കാലടി ആലുവ റോഡിൽ കാനൂർ ജംഗ്ഷനിലെ കപ്പേളയ്ക്കു സമീപം വാഹനാപകടം. ആലുവ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിനും സ്കൂട്ടറിനു പിന്നിൽ കാർ വന്ന് ഇടിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10:30ഓടെയാണ് അപകടം സംഭവിച്ചത്. ബൈക്ക് ആലുവ ഭാഗത്ത് വന്നാണ്. ഞാനും തൊട്ട് പുറകെട്ടായിരുന്നു ബൈക്കിന്റെ. ബസ് ഇവിടെ നിർത്തി. അപ്പോൾ ഈ ബൈക്കാരെ ക്രോസ് ചെയ്തു. അപ്പോൾ ആ വണ്ടി സ്പീഡൊന്നും ഉണ്ടായില്ല. പതുക്കെ നിരക്കി വന്ന് പിന്നെ ഇടിച്ച് ബസ്സിലേക്ക് കയറി. ആളുടെ മറ്റേ ബൈക്ക് ഓടിച്ച ആൾക്ക് കാലുമ പരിക്കുന്നു. അവിടെ സ്ലോ ചെയ്ത് അത് ഓട്ടോമാറ്റിക് ഗിയറാണ് ആ വണ്ടി. അവന് ക്ലച്ചില്ലല്ലോ. അപ്പോൾ ബ്രേക്ക് ചവിട്ടിയത് ആക്സിഡൻറ്റിനായിരുന്നു. കാരണം അവനൊന്നും പറ്റില്ല. വണ്ടിക്ക് PP രഘുനന്ദന ശ്രീമലരം. ഞാൻ കൈപ്പുഴയിൽ നിന്ന് വരായിരുന്നു. അപ്പോൾ കാഞ്ഞൂർ ഭാഗത്തേക്ക് തിരിയായിരുന്നു. സിഗ്നലിട്ടാണ് തിരിഞ്ഞത്. അപ്പോൾ കാറുകാർ കടിയിൽ നിന്ന് നല്ല സ്പീഡിലായി നടന്നു. പുള്ളിയുടെ വല്ല തെറ്റ് പുള്ളിക്ക് പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു വീണു കാറ് പൊളിഞ്ഞു. ഇപ്പോഴേക്കും ആൾക്കാർ വന്നു. കാഞ്ഞൂര് കപ്പേളപ്പടി കാഞ്ഞൂർ മെയിൻ ജംഗ്ഷനാണ്. ഇവിടെ 3 വഴികളാണ് തിരിയണത്. ഒന്ന് ആലുവയ്ക്കും ഒന്ന് തെക്കേങ്ങാടിക്കും പോകുന്ന വഴികളാണ്. ഇത് നിരന്തരമായിട്ട് ഇവിടെ ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഞങ്ങൾ നിരന്തരം പഞ്ചായത്ത് അധികൃതരോടും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്. ഈ ബസ് സ്റ്റോപ്പ് കുറച്ച് മുന്നോട്ടേക്ക് നീക്കി ബസ്സുകൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് കുറയും എന്നുള്ളത് ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഒരു അധികാരികളെ കണ്ടില്ല. ഇതിപ്പോൾ ഈ ബസ് ഇതിനോട് ചേർന്ന് ആ ക്രോസ് റോഡിനോട് ചേർന്ന് നിർത്തുന്നത് കൊണ്ടാണ് ബാക്കിൽ വന്ന വണ്ടിക്കാർ ഇത് ബാക്കിൽ ഇടിക്കുന്നത്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ മുൻകൈ എടുക്കണമെന്ന്. 2 വീലർ ഓടിച്ചിരുന്നയാളെ കാനൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ജംഗ്ഷനിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിനെ അറിയിക്കുകയും ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്. ഇതിനെ പറയുന്നതിന് ശാശ്വത പരിഹാരം കാണാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ ജനുവരി തുടങ്ങി ചുരുങ്ങിയത് ഒരു 15ഓളം ആക്സിഡൻറ്റുകളാണ് ഈ കാഞ്ഞൂരിൽ. ഇന്ന് ഭാഗ്യം കൊണ്ടാണ് ഈ ബൈക്കുകാരൻ രക്ഷപ്പെട്ടത്. വേറെ ഒന്നുകൊണ്ടല്ല, ഇവിടെ 3 കൂടെ ജംഗ്ഷനായതുകൊണ്ട് ബസ് ഇവിടെ നിർത്തുന്നു. പലവട്ടം പഞ്ചായത്തിലും മറ്റു അധികൃതരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും. ജൂലൈ 1 മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ്. നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത്. കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർ വിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്.